നമസ്കാരം. കഴിഞ്ഞ ഒരാഴ്ച വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. മാർപ്പാപ്പ ആദ്യമായി G7 ഉച്ചകോടിയിൽ ബൈഡനും മോദിയും മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. ചരിത്രത്തിൽ ആദ്യമായി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ മാർപ്പാപ്പ എന്ന ഖ്യാതിയോടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറ്റലിയിൽ. G7 ചർച്ചയിൽ ഇതാദ്യമായാണ് ഒരു മാർപ്പാപ്പ പങ്കെടുക്കുന്നത്. കൂടിക്കാഴ്ചയ്ക്കിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ 9 ലോക നേതാക്കളുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തി. കൃത്രിമ ബുദ്ധിയുടെ ഭീഷണിയും വാഗ്ദാനവും, ടെക്നോ മനുഷ്യാവസ്ഥ, മനുഷ്യനും അൽഗോരിതം തീരുമാനമെടുക്കലും, AI എഴുതിയ ഉപന്യാസങ്ങളും, സാങ്കേതിക വിദ്യയിൽ രാഷ്ട്രീയ സഹകരണത്തിന്റെ ആവശ്യകതയും ചർച്ച ചെയ്തു. US, UK, ഇറ്റലി, ഫ്രാൻസ്, കാനഡ, ജർമ്മനി, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ നേതാക്കളെ ഒന്നിപ്പിക്കുന്ന ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന ആദ്യത്തെ മാർപ്പാപ്പയാണ് അദ്ദേഹം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന വിഷയത്തിലാണ് മാർപ്പാപ്പ G7 പ്രസംഗിച്ചത്. AI എല്ലാറ്റിനുമുപരിയായി ഒരു ഉപകരണമാണെന്ന് സൂചിപ്പിച്ച മാർപ്പാപ്പ ടെക്നോ ഹ്യൂമൻ അവസ്ഥ എന്ന് താൻ വിളിച്ചതിനെക്കുറിച്ച് സംസാരിച്ചു. തിരഞ്ഞെടുപ്പുകളിൽ എത്തിച്ചേരാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന അൽഗോരിതങ്ങൾ വസ്തുനിഷ്ഠമോ നിഷ്പക്ഷമോ അല്ല എന്നും മാർപ്പാപ്പ പറഞ്ഞു. ഏറ്റവും വൈവിധ്യമാർന്ന മേഖലകളും വൈദഗ്ധ്യങ്ങളും ഉൾപ്പെടുന്ന ആരോഗ്യകരമായ രാഷ്ട്രീയത്തിന് മാത്രമേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വെല്ലുവിളികളെയും വാഗ്ദാനങ്ങളെയും നേരിടാൻ കഴിയൂവെന്നും പാപ്പ ഊന്നി പറഞ്ഞു. In un dramma come quello dei conflitti armati è urgente ripensare lo sviluppo e l'utilizzo di dispositivi come le cosiddette armi letali autonome per bandire l'uso, cominciando già da un impegno fattivo e concreto per introdurre un sempre maggiore e significativo controllo umano. Nessuna macchina dovrebbe mai scegliere se togliere la vita a un essere umano. അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ, US പ്രസിഡന്റ് ജോ ബൈഡൻ, യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി, ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ, കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ, ബ്രസീൽ, തുർക്കി, അൾജീരിയ പ്രസിഡന്റുമാർ എന്നിവരുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തി. 2021 G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റോമിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്ന് മാർപ്പാപ്പയുമായി പ്രധാനമന്ത്രി 1.25 മണിക്കൂറിലേറെയാണ് ചർച്ച നടത്തിയത്. അന്ന് മോദി ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഭാരതത്തിലേക്ക് ക്ഷണിച്ചുവെങ്കിലും പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യമായി നടപടിയുണ്ടായില്ല. ഭാരതം സന്ദർശിക്കുവാൻ ഫ്രാൻസിസ് പാപ്പ നിരവധി തവണ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ജൂൺ 14 രാവിലെ 11 മണിക്ക് വത്തിക്കാനിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം ഉച്ചകോടി നടക്കുന്ന ഇറ്റലിയിലെ പുലിയയിൽ എത്തിച്ചേർന്ന മാർപ്പാപ്പയെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി സ്വീകരിച്ചു. പ്രാദേശിക സമയം 2:15 മാർപ്പാപ്പ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തത്. ഒരു നല്ല ലോകത്തെ സ്വപ്നം കാണാൻ ഞങ്ങളെ സഹായിക്കൂവെന്ന് ഹാസ്യനടന്മാരോട് മാർപ്പാപ്പ. ലോകമെമ്പാടുമുള്ള 100-ലധികം ഹാസ്യനടന്മാരെ ഫ്രാൻസിസ് മാർപ്പാപ്പ കണ്ടുമുട്ടുന്നു. ആളുകളെ സന്തോഷിപ്പിക്കാനും യാഥാർത്ഥ്യത്തെ അതിന്റെ എല്ലാ വൈരുദ്ധ്യങ്ങളോടും കൂടി കാണാനും ആളുകളെ സഹായിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഹാസ്യനടന്മാർ ഏറ്റവും നന്നായി സ്നേഹിക്കപ്പെടുന്നവരും കൈയടിക്കപ്പെടുന്നവരുമായ വിനോദകരിൽ ഒരാളാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. Riuscite a far sorridere anche trattando problemi, fatti piccoli e grandi della storia. Denunciate gli eccessi di potere, date voce a situazioni dimenticate, evidenziate abusi, segnalate comportamenti inadeguati, ma senza spargere allarme o terrore, ansia o paura, come fa molta comunicazione. Voi svegliate il senso critico facendo ridere e sorridere. ചിരി പകർച്ചവ്യാധിയാണ്. അതിന് സാമൂഹിക തടസ്സങ്ങൾ തകർക്കാനും ബന്ധങ്ങൾ സൃഷ്ടിക്കാനും കഴിയുമെന്ന് മാർപ്പാപ്പ വ്യക്തമാക്കി. കളി നിറഞ്ഞ വിനോദവും ചിരിയും മനുഷ്യജീവിതത്തിന്റെ കേന്ദ്രമാണ് എന്ന് ഹാസ്യനടന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഹൃദയങ്ങളിലും ജനങ്ങൾക്കിടയിലും സമാധാനം പരത്താനും ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാനും ദൈനംദിന സമ്മർദ്ദത്തെ നേരിടാനും നമ്മെ സഹായിക്കുന്ന ഒരു വിലയേറിയ സമ്മാനം തങ്ങളുടെ കൈവശമുണ്ടെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഹാസ്യനടന്മാരോട് പറഞ്ഞു. പരിശുദ്ധ പിതാവ് ഹാസ്യനടന്മാരുടെ മറ്റൊരു അത്ഭുതം ഉയർത്തിക്കാട്ടുന്നു. ഗുരുതരമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പോലും ആളുകളെ ചിരിപ്പിക്കാനുള്ള കഴിവ്. നിങ്ങൾ അധികാരത്തിന്റെ അതിരുകടന്നതിനെ അപലപിക്കുന്നു, മറന്നുപോയ സാഹചര്യങ്ങൾക്ക് ശബ്ദം നൽകുന്നു, ദുരുപയോഗങ്ങൾ ഉയർത്തിക്കാട്ടുന്നു, അനുചിതമായ പെരുമാറ്റം ചൂണ്ടിക്കാണിക്കുന്നു, എന്നാൽ ഭയവും ഭീതിയും ഉത്കണ്ഠയും പ്രചരിപ്പിക്കാതെ, അദ്ദേഹം അവരോട് പറഞ്ഞു.
പാവപ്പെട്ടവരുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിൽ പാവപ്പെട്ടവരെ അനുസ്മരിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ നവംബർ 17-ാം തീയതി ആചരിക്കപ്പെടുന്ന 8ാമത് പാവപ്പെട്ടവരുടെ ആഗോള ദിനത്തിനായി ഫ്രാൻസിസ് പാപ്പ സന്ദേശം നൽകി. ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന വചനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നൽകിയ സന്ദേശത്തിൽ പാവപ്പെട്ടവർക്ക് ദൈവത്തിന് മുൻപിലുള്ള സവിശേഷ സ്ഥാനവും പ്രാർത്ഥനയുടെ പ്രാധാന്യവും പ്രഭാഷകന്റെ പുസ്തകം കൂടുതലായി പഠിക്കേണ്ടതിന്റെ ആവശ്യവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പാപ്പ പരാമർശിച്ചു. ജൂൺ 13 വ്യാഴാഴ്ചയാണ് ഇതു സംബന്ധിച്ച സന്ദേശം പാപ്പ ഒപ്പുവെച്ചത്. 2025-ലെ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനയ്ക്കായി പ്രത്യേകം സമർപ്പിച്ചിരിക്കുന്ന ഈ വർഷത്തിൽ പാവപ്പെട്ടവരുടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഈ വിശുദ്ധ ഗ്രന്ഥ പരാമർശത്തിന് പ്രത്യേകം പ്രാധാന്യമുണ്ടെന്ന് പാപ്പ എഴുതി. നമ്മുടെ പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ സമക്ഷം എത്തുന്നുണ്ടെന്നാണ് ക്രൈസ്തവമായ പ്രത്യാശ നമുക്ക് ഉറപ്പു നൽകുന്നതെന്ന് പാപ്പ അനുസ്മരിച്ചു. പാവപ്പെട്ടവരുമായുള്ള ഒത്തൊരുമയ്ക്കും അവരുടെ സഹനങ്ങളിൽ പങ്കുചേരുന്നതിനും പ്രാർത്ഥന നമ്മെ സഹായിക്കേണ്ടതുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. തന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് പ്രാർത്ഥനയെക്കുറിച്ച് പ്രഭാഷകന്റെ രചയിതാവ് എഴുതുന്നതെന്ന് പാപ്പ തന്റെ സന്ദേശത്തിൽ കുറിച്ചു. ഏവരോടും കരുതലുള്ള ഒരു പിതാവെന്ന നിലയിൽ തന്റെ മക്കളുടെ സഹനങ്ങളെ ദൈവം അറിയുന്നുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. അവനു മുന്നിൽ നാം എല്ലാവരും പാവപ്പെട്ടവരും ആവശ്യങ്ങൾ ഉള്ളവരുമായതിനാൽ അവൻ നമ്മെ ആരെയും ഉപേക്ഷിക്കുന്നില്ല. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവന്റെ അധികാരി നാമാണെന്ന രീതിയിലാണ് നാം ജീവിക്കുന്നതെന്ന് പാപ്പ എഴുതി. മറ്റുള്ളവരുടെ അവകാശങ്ങളെയും അന്തസ്സിനെയും ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് സന്തോഷം അനുഭവിക്കാനാകില്ലെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. യുദ്ധത്തിന്റെ ഇരകളെ പാതുവായിലെ വിശുദ്ധ അന്തോണീസിന് സമർപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ജൂൺ മാസം 12-ാം തീയതി വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ നടന്ന പൊതുകൂടിക്കാഴ്ചയുടെ ഉപസംഹാരത്തിൽ യുദ്ധത്തിൽ ഏറെ വിഷമതകൾ അനുഭവിക്കുന്ന ജനതയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അഭ്യർത്ഥിക്കുകയും അവരെ പാതുവായിലെ വിശുദ്ധ അന്തോണീസിന് സമർപ്പിക്കുകയും ചെയ്തു. രക്തസാക്ഷികൾ എന്നാണ് ഉക്രൈൻ ജനതയെ പാപ്പ തന്റെ വാക്കുകളിൽ വിശേഷിപ്പിച്ചത്. ഒപ്പം പലസ്തീനെയും ഇസ്രായേലിനെയും മ്യാൻമറിനെയും പാപ്പ പേരെടുത്ത് പരാമർശിച്ചു. കത്തോലിക്ക സഭയിൽ ജൂൺ മാസം 13 പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നതിനാൽ ദരിദ്രരുടെയും കഷ്ടപ്പെടുന്നവരുടെയും സംരക്ഷകനായ വിശുദ്ധന് യുദ്ധം മൂലം വിഷമതയനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പാപ്പ പ്രാർത്ഥിക്കുകയും ചെയ്തു. വിശുദ്ധന്റെ മാതൃക അനുകരിച്ച് സുവിശേഷത്തിന്റെ വിശ്വസ്ത സാക്ഷികളാകുവാൻ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തു. ഇന്ന് നമുക്ക് ആവശ്യമായത് സമാധാനമാണ്. യുദ്ധം എല്ലായ്പ്പോഴും ഒരു പരാജയമാണ്, പാപ്പ പറഞ്ഞു. സമാധാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാമെന്നും സമാധാനത്തിനു വേണ്ടി പോരാടുവാൻ കർത്താവ് നമുക്ക് ശക്തി നൽകട്ടെ എന്നും പാപ്പ കൂട്ടിച്ചേർത്തു. യേശുവിനെ ജീവിതത്തിൽ വായിക്കുന്നവർക്ക് അവൻ പകരുന്ന മാനസിക സുഖം അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് വിവിധ ഭാഷകളിലുള്ള തന്റെ സന്ദേശം നൽകുന്ന അവസരത്തിൽ പാപ്പ പ്രതിപാദിച്ചു. നിങ്ങളുടെ പ്രസംഗങ്ങൾ ചുരുക്കുക, അല്ലെങ്കിൽ ആളുകൾ ഉറങ്ങുമെന്ന് വൈദികരോട് ഫ്രാൻസിസ് മാർപ്പാപ്പ. വചന സന്ദേശങ്ങൾ 8 മിനിറ്റിൽ കൂടരുതെന്നും ദൈർഘ്യമേറിയ പ്രഭാഷണങ്ങൾ ആളുകൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ കാരണമാകുമെന്നും മുന്നറിയിപ്പ് നൽകി ഫ്രാൻസിസ് പാപ്പ. ജൂൺ 12-ന് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന പൊതുപ്രഭാഷണത്തിലാണ് പാപ്പ ഇപ്രകാരം വൈദികരെ പ്രത്യേകമായി ഓർമ്മിപ്പിച്ചത്. ദൈവവചനത്തെ പുസ്തകത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് നയിക്കാൻ സഹായിക്കുക എന്നതാണ് ഒരു പ്രസംഗത്തിന്റെ ലക്ഷ്യമെന്ന് മാർപ്പാപ്പ വിശദീകരിച്ചു. എന്നാൽ ഇതിനുള്ള പ്രഭാഷണം ഹ്രസ്വമായിരിക്കണം. ഒരു ചിത്രം, ഒരു ചിന്ത, ഒരു വികാരം. പ്രസംഗം 8 മിനിറ്റിനപ്പുറം പോകരുത്. കാരണം ആ സമയത്തിനു ശേഷം നിങ്ങളുടെ ശ്രദ്ധ നഷ്ടപ്പെടുകയും ആളുകൾ ഉറങ്ങുകയും ചെയ്യുമെന്നും പാപ്പ പറഞ്ഞു. ഹ്രസ്വമായ പ്രസംഗങ്ങളുടെ പ്രാധാന്യം പാപ്പ ഊന്നി പറയുന്നത് ഇതാദ്യമല്ല. 2018-ൽ പാപ്പ വൈദികരോട് അവരുടെ പ്രസംഗങ്ങൾ ഹ്രസ്വമായിരിക്കുവാനും 10 മിനിറ്റിൽ കൂടാതെ സൂക്ഷിക്കുവാനും ആഹ്വാനം ചെയ്തിരുന്നു. ഒപ്പം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു ഭാഗം വായിക്കാനും ധ്യാനിക്കാനും എല്ലാ ദിവസവും സമയമെടുക്കണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്കരോട് അഭ്യർത്ഥിച്ചു. ക്രിസ്ത്യാനികൾ ദിവസം മുഴുവനും ഒഴിവു സമയങ്ങളിൽ വായിക്കാൻ ഒരു പോക്കറ്റ് ബൈബിൾ കൂടെ കൊണ്ടുപോകണമെന്നും പാപ്പ ആവശ്യപ്പെട്ടിരുന്നു. മനുഷ്യവ്യക്തിയുടെ സമഗ്ര വികസനത്തിന് അനിവാര്യമായ മൂല്യങ്ങൾ പരിപോഷിപ്പിക്കണമെന്ന് പാപ്പ. ഒരു വ്യക്തിയുടെയും ആധികാരികവും സമഗ്രവുമായ വികസനത്തിന് അത്യമൂല്യങ്ങൾ പരിപോഷിപ്പിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നത് നയതന്ത്ര പ്രവർത്തനത്തിന്റെ ലക്ഷ്യമാണെന്നും പാപ്പ വിശദീകരിച്ചു. മാറ്റം തുടങ്ങിയ വിവിധങ്ങളായ പ്രതിസന്ധികളെക്കുറിച്ചും പാപ്പ പരാമർശിച്ചു. സമാധാനത്തെക്കുറിച്ച് പരാമർശിച്ച പാപ്പ അപരനെ അവന്റെ അന്യാധീനപ്പെടുത്താനാവാത്ത അന്തസ്സോടുകൂടി അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമാണ് സമാധാനമെന്ന് വിശദീകരിച്ചു. നിസ്സംഗതയും ഭയവും മാറ്റിവെക്കുമ്പോൾ മാത്രമേ ശാശ്വതമായ ഐക്യത്തിലേക്ക് നയിക്കുന്ന പരസ്പര ബഹുമാനത്തിന്റെ ഒരു യഥാർത്ഥ അന്തരീക്ഷം ഉണ്ടാകുകയുള്ളൂവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു.
ഇസ്രായേലിനും പലസ്തീനിനും ആവശ്യമായിരിക്കുന്നത് സമാധാനാശ്ലേഷമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇസ്രായേലിനും പലസ്തീനിനും ആവശ്യമായിരിക്കുന്നത് സമാധാനാശ്ലേഷമെന്നും പരിവർത്തിത ഹൃദയങ്ങളിൽ നിന്നാണ് സമാധാനം പിറവിയെടുക്കുന്നതെന്നും മാർപ്പാപ്പ. 2014 ജൂൺ 8 വത്തിക്കാൻ ഉദ്യാനത്തിൽ വച്ച് വിശുദ്ധ നാടിന്റെ സമാധാനത്തിനു വേണ്ടി താനും അന്ന് ഇസ്രായേലിന്റെ പ്രസിഡന്റായിരുന്ന മരണമടഞ്ഞ ഷിമോൺ പെരസും പലസ്തീന്റെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസും ചേർന്ന് നടത്തിയ സമാധാന പ്രാർത്ഥനയുടെയും സമാധാനത്തിന്റെ പ്രതീകമായി ഒലിവുചെടി തങ്ങൾ ഒരുമിച്ച് നട്ടതിന്റെയും 10ാം വാർഷികത്തോടനുബന്ധിച്ച് വത്തിക്കാൻ ഉദ്യാനത്തിൽ കർദിനാൾമാരുടെയും സ്ഥാനപതികളുടെയും സാന്നിധ്യത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. ശാന്തി വാഴുന്ന ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിനായി നവീകൃതമായ ഒരു പരിശ്രമം ദുരന്തപൂർണമായ സംഘർഷങ്ങളാൽ മുദ്രിതമായ ഒരു കാലഘട്ടത്തിൽ ആവശ്യമാണെന്നും സമാധാനം സ്വപ്നം കാണുന്നതും സമാധാന ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതും തുടരണമെന്നും പാപ്പ പറഞ്ഞു. ഇസ്രായേലിലും പലസ്തീനിലും ശത്രുതയുടെ ഫലമായ യുദ്ധം നിരപരാധികളുടെ ജീവൻ അപഹരിക്കുന്നതും യാതനകൾ വിതയ്ക്കുന്നതും ഭാവി തലമുറകളിൽ വിദ്വേഷം കുത്തിവെക്കുന്നതുമായ തിന്മകളെക്കുറിച്ച് പരാമർശിച്ച പാപ്പ ഓരോ യുദ്ധവും ലോകത്തിന്റെ അതായിരുന്നതിൽ നിന്ന് കൂടുതൽ മോശമായ അവസ്ഥയിലേക്കാണ് തള്ളിയിടുന്നതെന്ന ബോധ്യം ഈ ദുരന്തങ്ങൾ നമ്മിൽ ഉളവാക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി. റോമ നഗരത്തിന്റെ ആസ്ഥാനമായ ക്യാമ്പിത്തോലിയോയിൽ പാപ്പ സന്ദർശനം നടത്തി. പുരാതന റോമ സാമ്രാജ്യത്തിന്റെ നിയമപരവും സംഘടനാപരവുമായ ശേഷിയും വികസനവും നൂറ്റാണ്ടുകളിലായി വിവിധ ജനതകൾക്ക് സുരക്ഷയും സ്ഥിരതയും നൽകുന്ന വിളക്കായിരുന്നുവെന്ന് ചരിത്ര സമൂഹത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടായിരുന്നു പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചത്. ഇത്തരമൊരു പ്രക്രിയ റോമിനെ ഒരു സംസ്കാര കേന്ദ്രമാക്കി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്നവരെ സ്വീകരിക്കുവാനും പൗരസാമൂഹിക ജീവിതത്തിൽ അവരെ സമന്വയിപ്പിക്കുവാനും രാഷ്ട്രത്തിന്റെ ഏറ്റവും ഉയർന്ന പദവികൾ വരെ ഏൽപ്പിക്കാനും ആ സംസ്കാരം മടിക്കാതിരുന്നതും പാപ്പ ഓർമ്മിപ്പിച്ചു. ധാരാളം നല്ല മൂല്യങ്ങൾ ഉൾക്കൊണ്ടിരുന്ന പുരാതന റോമൻ സംസ്കാരം സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും വലുതും ആഴമേറിയതുമായ സ്വാതന്ത്ര്യത്തിന്റെയും സന്ദേശവുമായി കൂടി കൂട്ടിമുട്ടേണ്ടിയിരുന്നുവെന്നും അതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആഗമനത്തോടെ സാധ്യമായതെന്നും പരിശുദ്ധ പിതാവ് വരച്ചുതിയുടെ ഉന്നതിയിലെത്തിയ ആ സംസ്കാരത്തിന്റെ അഭിലാഷമാണ് റോമൻ സമൂഹത്തിലെ ക്രിസ്തീയ സന്ദേശത്തിന്റെ അതിവേഗ വ്യാപനം വിശദീകരിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു. മനുഷ്യന്റെ അന്തസ്സ് സംരക്ഷിക്കുന്നതിൽ പക്ഷപാതപരമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ ഇക്കാലത്തും നാം അറിയാൻ പ്രത്യാശ പകരുകയും ഉപവിയെ പിന്തുണയ്ക്കുകയും ചെയ്തുകൊണ്ട് അതിന്റെ കുലീന പാരമ്പര്യം ഉറപ്പിച്ച് നമ്മുടെ കാലഘട്ടത്തിലും നാഗരികതയുടെ വിളക്കും സമാധാനത്തിന്റെ പ്രചാരകരുമാകാൻ നഗരത്തെയും റോമിന്റെ സംരക്ഷകയായ പരിശുദ്ധ കന്യകാമറിയം സാലൂസ് പോപ്പുലി റൊമാനി ജനങ്ങളെ കാത്തുപരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പാപ്പ ഉപസംഹരിച്ചത്. യുദ്ധത്തിൽ തകർന്ന ഗാസയിലെ ജനങ്ങളെ സഹായിക്കാൻ ആവശ്യപ്പെട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ. യുദ്ധത്തിൽ തകർന്ന ഗാസയിലെ ജനങ്ങളെ സഹായിക്കാനുള്ള തന്റെ ആഹ്വാനം ആവർത്തിച്ച് ഫ്രാൻസിസ് പാപ്പ. ഞായറാഴ്ചയിലെ ആഞ്ചലൂസ് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പാപ്പ ഗാസയിലെ ജനങ്ങളെ സഹായിക്കാനും വെടിനിർത്തൽ ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കാനും ബന്ദികളെ മോചിപ്പിക്കാനും അഭ്യർത്ഥിച്ചത്. യുദ്ധത്തിൽ തകർന്ന ഗാസയിലെ ജനങ്ങളെ സഹായിക്കാൻ അന്താരാഷ്ട്ര സമൂഹം എല്ലാ മാർഗങ്ങളിലൂടെയും അടിയന്തരമായി പ്രവർത്തിക്കണം. മാനുഷിക സഹായം ആവശ്യമുള്ളവരിലേക്ക് അവ എത്തിക്കാൻ കഴിയണം. ആർക്കും അത് തടയാൻ കഴിയില്ല എന്നും പാപ്പ പറഞ്ഞു. ഇസ്രായേൽ പ്രസിഡന്റും അന്തരിച്ച ഷിമോൺ പെരസും പലസ്തീൻ പ്രസിഡന്റ് അബു മാസറും പങ്കെടുത്ത വത്തിക്കാനിലെ സമാധാനത്തിനായുള്ള സമ്മേളനത്തിന് ജൂൺ 8-ാം തീയതി 10 വർഷം തികഞ്ഞത് പാപ്പ സന്ദേശത്തിൽ അനുസ്മരിച്ചു. ഹസ്തദാനം സാധ്യമാണെന്നും സമാധാനം സ്ഥാപിക്കാൻ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ധൈര്യം ആവശ്യമാണെന്ന് ഈ കൂടിക്കാഴ്ച സാക്ഷ്യപ്പെടുത്തുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. അതിനാൽ കക്ഷികൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ എളുപ്പമല്ലെങ്കിലും അതിനെ താൻ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും സമാധാനത്തിനുള്ള നിർദ്ദേശങ്ങൾ എല്ലാ മുന്നണികളും വെടിനിർത്തൽ, ബന്ദികളെ മോചിപ്പിക്കൽ എന്നിവയ്ക്കുള്ള നിർദ്ദേശങ്ങൾ ഇവ ഉടനടി അംഗീകരിക്കപ്പെടുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. പലസ്തീനിലെയും ഇസ്രയേലിലെയും യുദ്ധത്താൽ വലയുന്ന ജനത്തിനൊപ്പം ഉക്രൈനിലെ ജനത്തെയും ഓർക്കണമെന്നും പാപ്പ തീർത്ഥാടകരോട് ആവശ്യപ്പെട്ടു. വത്തിക്കാൻ റിപ്പോർട്ട് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.